പാലക്കാട് കൊടുമ്പ് ശോകനാശിനി പുഴയുടെ തീരത്ത് താമസിക്കുന്ന 500ഓളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് വർഷങ്ങളായിട്ടും പരിഹാരമായില്ല. ശോകനാശിനി പുഴയ്ക്ക് കുറുകെ നടപ്പാലമില്ലാത്തതിനാൽ ചങ്ങാടത്തിൽ ജീവൻ പണയം വെച്ചാണ് നാട്ടുകാരുടെ യാത്ര. പതിറ്റാണ്ടുകളോളം പഴക്കമുണ്ട് കൊടുമ്പിലെ ശോകനാശിനി പുഴയ്ക്ക് കുറുകെ ഒരു നടപ്പാലം വേണമെന്ന ആവശ്യത്തിന്. പുഴയൊന്ന് മുറിച്ചു കടന്നാൽ പാലക്കാട് നഗരത്തിലേക്കും കൊടുമ്പിലേക്കും എളുപ്പം എത്താൻ കഴിയും എന്നത് തന്നെയാണ് അതിന് കാരണം. അല്ലെങ്കിൽ 5 കിലോമീറ്ററോളം ചുറ്റി വേണം കൊടുമ്പിനക്കരയുള്ള കുന്നുകാട്, ഓലശ്ശേരി, പാളയം, ചെറപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് നഗരത്തിലെത്താൻ. പാലം എന്നത് ഇപ്പോഴും സ്വപ്നമായി തന്നെ നിൽക്കുന്നതിനാൽ ചങ്ങാടമാണ് ഇവരുടെ ആശ്രയം. വേനലിൽ പോലും 2 ആൾ പൊക്കത്തിൽ നീരൊഴുക്കുള്ള ഇതിലൂടെ ജീവൻ പണയം വെച്ച് വേണം സഞ്ചരിക്കാൻ. കഴിഞ്ഞ ദിവസം ചങ്ങാടം മറിഞ്ഞ് 4 പേർ അപകടത്തിൽപ്പെട്ടിരുന്നു. 1500 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. എല്ലാ സ്കൂൾ പിള്ളേരാണ്. മഴക്കാലത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോവുകയാണെന്നൊരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത്. സ്കൂൾ പിള്ളേർ വീഴുന്നുണ്ട്. ഞങ്ങൾ നാട്ടുകാർ എന്തോ കണ്ണിൽ എത്തിപ്പെടുന്നത് കാരണം രക്ഷപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ചങ്ങാടത്തെ ആശ്രയിച്ച് ദിവസേന യാത്ര ചെയ്യുന്നത്. നടപ്പാലം നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ 1.25 കോടി രൂപയുടെ പ്രൊജക്റ്റും അധികൃതർ തയ്യാറാക്കിയിരുന്നു. പക്ഷേ പാലം മാത്രം വന്നില്ല. ഒരു മരണം സംഭവിക്കാൻ ഉള്ള എല്ലാ ചാൻസും വന്നുകൊണ്ട് പോവുകയാണ്. ദൈവാധീനം കൊണ്ട് ഇത് പിടിച്ചു നിൽക്കുകയാണ് ഞങ്ങളൊക്കെ. ഓരോ വർഷവും 10,000 മുടക്കി നാട്ടുകാർ തന്നെയാണ് ചങ്ങാടം പുതുക്കി പണിയുന്നത്. പുഴയ്ക്ക് കുറുകെ നടപ്പാലം എന്ന ആവശ്യം നടപ്പിലാക്കാൻ ഇനിയും വൈകരുതെന്നാണ് അധികൃതരോടുള്ള നാട്ടുകാരുടെ അപേക്ഷ. റിപ്പോർട്ടർ.